കേരളത്തിന്റെ തലയെടുപ്പുള്ള തലസ്ഥാന നഗരിയിലേക്ക് അനന്തശായിയായ ശ്രീ പത്മനാഭന്റെ തിരുവനന്തപുരത്തേക്ക് 1000 തലയുള്ള അനന്തന്റെ അനന്തപുരിയിലേക്ക് ലോകമെമ്പാടുമുള്ള മലയാളി ഫുട്ബോൾ പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുകയാണ്. It is match number 17 for the Mahindra Super League Kerala 4-4-2 formatil Trivandrum combines Golpotil Pavan Renan Rocha Akhil Chandran Lal Mangai Sangha Abdul Badish defensive Ganeshan Mota Season Asar എന്നിവർ മിഡ്ഫീൽഡിൽ and Ottomar Bispo and Devi Cardoso എന്ന 2 ബ്രസീലിയൻ സ്ട്രൈക്കർമാർ. ഇന്ന് തിരുവനന്തപുരം കൊമ്പൻസിനെ തിരുവനന്തപുരത്തെ മത്സരത്തിൽ നേരിടുന്നത് കാലിക്കറ്റ് FC ആണ്. കാലിക്കറ്റ് 4-4-2 ഗോൾപോസ്റ്റിൽ വിശാൽ സാലിമും റിച്ചാർഡോസെ പാപ്പെ അബ്ദുൾ ഹക്കു എന്നിവർ ഡിഫൻസിൽ. താങ്ക് യു ഷൈജോട്ട. മഹീന്ദ്ര സൂപ്പർ ലീഗിലെ ഇന്നത്തെ 17ാമത്തെ മത്സരത്തിലെ അവർ തമ്മിലുള്ള കോമ്പിനേഷൻ നമുക്ക് അതിലേക്ക് വരാം. നല്ലൊരു മുന്നേറ്റമാണ്. ബെൽഫോർട്ട് ടേൺ ചെയ്യുന്നു. പന്തെടുത്തൊരു 360 ഡിഗ്രി ഒന്ന് തിരിഞ്ഞ് കോമ്പസ് കൊണ്ട് ഒരു വര വരച്ചാൽ അവിടെ പെനാൽറ്റി ബോക്സിന് ടോപ്പിൽ ഒരു തന്നെ കൊച്ചു പറയുന്ന പോലെ ഒരു ഇഞ്ചുകൾക്ക് മാത്രമാണ് ആ പന്ത് വെളിയിലേക്ക് പോയത്. കിലിയാന്റെ ആ സന്ദേശം നമുക്ക് അത് കൃത്യമായി മനസ്സിലാവും. നേരത്തെ സൂചിപ്പിച്ചതാണ് ഗനിയുടെ മൂവ്മെന്റ് മികച്ചതായിരുന്നു. അതിൽ ഗനീനെ പറ്റി ഇപ്പോൾ പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ തന്നെ ആ പാസ് വരുന്നു. ആ പാസ് കൃത്യമായി ടേൺ ചെയ്ത് ഒരു ആക്ഷൻ എടുത്ത് ബ്യൂട്ടിഫുൾ. ആ പാസിന്റെ ക്വാളിറ്റി അത്ര മികച്ചതല്ലെങ്കിലും അവിടെ ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. ഗനി നിഗം പന്തുമായി ഗനി മിഡ്ഫീൽഡിൽ കളി നിയന്ത്രിക്കുന്ന ആസ് എക്സ്പെക്റ്റഡ്. ഈ മത്സരത്തിന്റെ ലൈനപ്പ് കണ്ടപ്പോൾ പ്രത്യേകിച്ച് ജിജോ കളിക്കാത്ത മത്സരമാണ്, ടുട്ടു കളിക്കാത്ത മത്സരമായതുകൊണ്ട് തന്നെ ഗനിക്കാണ് ആ ഒരു ഓർക്കസ്ട്ര നിയന്ത്രിക്കേണ്ട ചുമതല ഗനിക്കാണെന്നറിയാം. അത് കൃത്യമായി ആദ്യത്തെ 12 മിനിറ്റുകളിൽ ഗനി അത് നിർവഹിക്കുന്നത് കാണാം. ഇവിടെ ബെൽഫോർട്ടിനെ ഫൗൾ ചെയ്യുകയാണ്. കാലിക്കറ്റിന് അനുകൂലമായ ഒരു ഫൗൾ കിക്ക് ലഭിക്കുന്നു. ഫ്രീ കിക്ക് ഫോർ കാലിക്കറ്റ്. റോച്ചിയാണ് ആ ഫൗൾ ചെയ്തത്. ബോൾ ട്രാപ്പ് ചെയ്യുന്നതിനിടയിൽ അദ്ദേഹത്തിനെ ഫൗൾ ചെയ്ത് വീഴ്ത്തുകയാണ് ഉണ്ടായത്. റോച്ച ഒരു ഇലക്ട്രിഫൈങ് ക്രൗഡും ഉണ്ട് അവിടെ. Absolutely electrifying vehicle and electrifying crowd and electrifying midfielder ഗനി നിഗം. ഗനിയുടെ കിക്ക് വരുന്നു. നല്ലൊരു ഹെഡർ. 2 പേരുണ്ട് അവിടെ. തോയ്സിംഗും ബെൽഫോർട്ട് തൊട്ടടുത്ത്. ഒരിക്കൽ കൂടി അതിന്റെ കാരണഭൂതൻ ഗനി നിഗമാണെന്ന് പറയാം. ഗോൾ അടിച്ചത് റിയാസാണ്. ജെർസി നമ്പർ 18 കോഴിക്കോടിന്റെ മുഹമ്മദ് റിയാസ് ഗോൾ അടിക്കുന്നു. ലെഫ്റ്റ് മിഡ്ഫീൽഡർ മുഹമ്മദ് റിയാസിലൂടെ ഉജ്ജ്വലമായ ഒരു ഹെഡർ ഗോളിലൂടെ ഗനി നിഗം എടുത്ത ഫ്രീ കിക്കാണ്. 2 ടച്ചുകൾക്ക് ശേഷം വീണ്ടും പെനാൽറ്റി ബോക്സിലേക്ക് വരുന്നു. തോയ്സിംഗിന്റെ ആ സെന്ററിംഗ് ആണ്. ക്രോസ് ആണ് വരുന്നത് പെനാൽറ്റി ബോക്സിലേക്ക്. തോയ്സിംഗിന് അസിസ്റ്റ് ആണ്. അതിലേക്ക് കൃത്യമായി തന്റെ തിരുനെറ്റിക്കൊണ്ട് പവർഫുൾ ഹെഡർ ഫ്രം ദ ജെർസി നമ്പർ 18 മുഹമ്മദ് റിയാസ്. കാലിക്കറ്റ് 1 തിരുവനന്തപുരം 0. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിഫൈങ് ഫുട്ബോൾ. റൈറ്റിലേക്ക് വീണ്ടും തോയ്സിംഗ് അഗെയിൻ. തോയുടെ ക്രോസ് വീണ്ടും ബ്ലോക്ക് ചെയ്യുന്നത് പാട്രിക് മോട്ടയാണ്. കോഴിക്കോടിന് അനുകൂലമായ 2ാമത്തെ കോർണർ. ഗനി എടുക്കാൻ തയ്യാറെടുക്കുകയാണ് ഗനി നിഗം. നമ്പർ 11 കോഴിക്കോട് വടകര പുറമേരി സ്വദേശിയായ ഗനി നിഗം. ISL എത്രയോ ടീമുകൾ. ഞാൻ ഗനിയെ കാണുമ്പോൾ സാധാരണ എന്താ പറയാറുണ്ട് ഗനിയോട് ഞാൻ പറഞ്ഞത്, കേരളത്തിൽ ഗനി നിഗം എന്ന് പേരുള്ള 2 പേരെ കാണാൻ സാധ്യതയുള്ളൂ. ഒന്ന് ഷെയ്ൻ നിഗം, പിന്നെ ഒന്ന് ഗനി നിഗം. അദ്ദേഹത്തോട് ഞാൻ എപ്പോഴും പറയാറുള്ള, കാരണം ഈ 2 പേരെ സാധാരണ കേട്ടുള്ളൂ, നിഗം വെച്ച് പേരുള്ള ആളുകൾ. സോ ഗനി നിഗത്തിന്റെ അടുത്ത കോർണർ വരികയാണ്. 21st മിനിറ്റ്. കാലിക്കറ്റ് ലീഡ് ചെയ്യുന്നു. ഗനി നിഗം. ഗനിയുടെ കോർണർ വരുന്ന ഇത്തവണ ഫ്ലാറ്റ് കോർണർ. ഇറ്റ് ഈസ് 2-0. ഗനി നിഗം. റിമെമ്പർ ദി നെയിം ഗനി നിഗം. 2-0. കാലിക്കറ്റ് ലീഡിംഗ് ഇൻ തിരുവനന്തപുരം. അനന്തശായിയായ ശ്രീ പത്മനാഭന്റെ മണ്ണിൽ കൊമ്പനെ കാട്ടിൽ ചെന്ന് മസ്തകം നോക്കി വെടിവെക്കണം എന്ന വാക്കുകൾ അതേപടി പ്രാവർത്തികമാക്കുന്നു. തലയെടുക്കുന്നതാരാ? തലസ്ഥാനത്ത് കാലിക്കറ്റ് FC leading 2-0. 21 minutes into this game. Change of formation, change of style. ആക്കിക്കെടുക്കാൻ തയ്യാറാകുന്നു. ഇനി അവിടെ നമുക്കറിയാം കൃത്യമായിട്ട് ഹക്കു ഉണ്ടാകും. വണ്ടർഫുൾ സൂപ്പർ സ്റ്റാർ ഗനി. എന്താണ് ഗനി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്ന് പ്രവചിക്കുക അസാധ്യം. എല്ലാ താരങ്ങളും ഗനിയുടെ ഫ്രീ കിക്ക് ഇപ്പൊ വരും, ഫാർ പോസ്റ്റിലേക്ക് വരും. ബെൽഫോർട്ടോ ഏണസ്റ്റോ ഹെഡ് ചെയ്യുമെന്ന് നോക്കിയിരിക്കുമ്പോൾ ഗനിയുടെ വലത് കാലിൽ നിന്ന് പറന്ന ആ ഫ്രീ കിക്ക് ഗോൾ കീപ്പർ പവൻ കുമാറിനെ
കൗണ്ടർ അറ്റാക്ക് ടോയ്സിംഗ് സ്വീകരിക്കുന്നു. ബെൽഫോർട്ടിന്റെ പാസ് സ്വീകരിക്കുന്നു റൈറ്റ് സൈഡിൽ. ടോയ്സിംഗിന്റെ ക്രോസ് വരുന്നു. ഫാർ പോസ്റ്റിലേക്ക് ഓടി വരുന്നത് ഗനിയാണ് കണക്ട് ചെയ്യാൻ വേണ്ടി പന്തിലേക്ക് ഓടി വരുന്നത്. Now again ഇന്നത്തെ മത്സരത്തിൽ സ്റ്റാർട്ടിംഗ് നിലവിൽ ഇടം പിടിച്ച ജെർസി നമ്പർ 34 ഫ്രം ഗാന ഏണസ്റ്റ് ബാർഫോ ഇന്നത്തെ സ്റ്റാർട്ടിംഗ് ഇലവനിൽ ഒരു പ്ലേസ് ഏൺ ചെയ്തതാണ്. ചോദിച്ചു വാങ്ങിയാണ് തന്റെ ഇൻക്ലൂഷനെ ജസ്റ്റിഫൈ ചെയ്യുന്നു. This goal, Ernest Barfo, 34 number jersey, now in തിരുവനന്തപുരം. Calicut 3, Trivandrum Kombans 0. വീണ്ടും വലതുവശത്ത് വരുന്ന ആ ക്രോസ് ബോൾ തോയി സിംഗിൽ നിന്നും വരുന്നു. ക്രോസ് ബോൾ കൃത്യമായി ഒരു ഫിനിഷിംഗ് അവിടെ കാണാം. എന്തൊരു മികച്ച കോൺടാക്റ്റ് ആണ്. ആ ലേസ് പാർട്ടിനെ കൊണ്ടാണ് അദ്ദേഹം ആ ബോൾ കോൺടാക്റ്റ് എടുക്കുന്നത്. കൃത്യമായി തന്നെ അത് വലയിൽ പതിക്കുന്നു. 3 goals for Calicut. ഇടവേള വിസിൽ മുഴങ്ങുന്നതിന് മുൻപ് തന്നെ ഈ മത്സരത്തിൽ 3-0 എതിരില്ലാത്ത 3 ഗോളുകളുടെ ലീഡ് കാലിക്കറ്റ് FC കൈവരിച്ചിരിക്കുകയാണ്. സോ കോച്ച് ഹാപ്പിയാണ്. 100% കാര്യമായ കുഴപ്പങ്ങളൊന്നുമില്ല, അസുഖങ്ങളൊന്നുമില്ല. എന്നാലും പോഷകത്തിന് ഇതിരിക്കട്ടെ. ഒരു പോഷക സമൃദ്ധമായ ഒരു ബ്രിട്ടോ ചേഞ്ച്. നല്ലൊരു ക്രോസ് വരുന്നു ഇൻസൈഡിലേക്ക്. ഇതാണ് തിരുവനന്തപുരം കൊമ്പൻ ആഗ്രഹിച്ച തിരിച്ചുവരവ്. ആദ്യ പകുതിയിലുടനീളം കൊമ്പന്മാരുടെ കൊമ്പ് വിളി കേൾപ്പിക്കാൻ പാടുപെട്ട ഡേവി, ബ്രസീലിയൻ താരം ഡേവി കൂൺ ആഞ്ഞടിക്കുന്നു. രണ്ടാം പകുതിയുടെ ആദ്യ മിനിറ്റിൽ തന്നെ 47-ാം മിനിറ്റിൽ ബ്രസീലിയൻ താരം ഡേവിയിലൂടെ തിരുവനന്തപുരം തിരിച്ചു വരുന്നു. ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ തിരുവനന്തപുരം 1, കാലിക്കറ്റ് 3. ആകെ ഇന്നത്തെ മത്സരത്തിൽ എടുത്ത് പറയാൻ പറ്റുന്ന ഒരു പ്രകടനം കാഴ്ചവെച്ചത് ഡേവിഡ് കൂൺ തന്നെയാണ്. അദ്ദേഹം തന്നെ ഗോൾ കണ്ടെത്തുന്നു. വളരെ സന്തോഷകരം. കാരണം ആ ഒരു ടച്ച്, ഒരു മൈന്യൂട്ട് ടച്ചിൽ ഒരു പാസ് ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഡേവിഡ് കൂണിൻ്റെ ആ ഒരു ഗോൾ കാണുന്നത്. നമ്മൾ ഡേവിഡ് കൂൺ എടുത്ത് കാല് വെച്ചുകൊണ്ട് ടാപ്പാണ് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നത് കാലിക്കറ്റ് മുന്നേറ്റം നടക്കാൻ. കളിപ്പിക്കുന്നതിന്റെ മികവും ഗുണവുമാണ് ഇയാൻ ആൻഡ്രൂ ഗില്ലൻ നേടിയെടുക്കുന്നത്. 1-4 ഗോളുകൾക്ക് സെലിബ്രേഷൻ. ബെൽഫോർട്ട് എടുത്തുപോയ ഒന്നാണ്. അദ്ദേഹത്തിന് വട്ടമിട്ട് മഞ്ഞക്കിളികൾ 4 പേര് ചുറ്റും വരുന്നു. അത് ഏണസ്റ്റ് കൈമാറി നേരത്തെ പറഞ്ഞ പോലെ സ്വയം പൊസിഷൻ എടുത്തു, തിരികെ വാങ്ങി 1-1 കളിച്ചു. അനായാസം വലത് കാലുകൊണ്ട് ഒരിക്കൽ കൂടി ഗോൾ കീപ്പർ പവൻ കുമാറിനോട് ഹെർമൻ ബെൽഫോർട്ട് പറയുന്നു ബൈ ബൈ. തിരുവനന്തപുരത്തിനെതിരെ കാലിക്കറ്റ് FC ലീഡിംഗ് 4-1. നല്ലൊരു കോമ്പിനേഷനാണ് രണ്ട് മുന്നേറ്റ നിരക്കാർ അവിടെ കാണിച്ചു തന്നത്. ആ ഡിഫൻസിനെ ഒന്ന് നോക്കുക. 2 ഡിഫൻഡേഴ്സ്, 2 പേരും പാരലലാണ്. ഒരാൾക്ക് ഒരു കവർ നൽകുന്നില്ല. ആ കവർ നൽകാത്തത് കൃത്യമായി മുതലെടുക്കുന്നു. ഒരു 1-1 കളിക്കുന്നു. അതിനുശേഷം വളരെ ബ്യൂട്ടിഫുള്ളായി മനോഹരമായി ആ പന്ത് വലയിലേക്ക് എത്തിക്കുന്നു. നല്ല കോമ്പിനേഷൻ. മഹീന്ദ്ര XUV 400 ഇലക്ട്രിഫൈങ് തിരുവനന്തപുരം സ്റ്റേഡിയം. ഇവിടെ ശരിക്കും മഹീന്ദ്ര XUV-യുടെ ഒപ്പം തിരുവനന്തപുരം സ്റ്റേഡിയത്തെ ഇലക്ട്രിഫൈ ചെയ്യുന്നത് കാലിക്കറ്റ് FC കൂടിയാണ് എന്നെടുത്ത് പറയുന്നത്. ഈ പോയിന്റ് ഫിനിഷ് പറഞ്ഞത് കാതലായ പോയിന്റാണ്. ഇടവേള സമയത്ത് നമ്മുടെ ടെക്നിക്കൽ ടീമിലെ മാക്കൻ നമ്മളോട് ചോദിച്ച ചോദ്യമാണ്, ഇതാണോ മഹീന്ദ്ര സൂപ്പർ ലീഗ് കേരളയിലെ ഏറ്റവും ലാർജസ്റ്റ് ക്രൗഡ് ഇതാണോ എന്നാണ് മാക്കൻ നമ്മളോട് ചോദിച്ചത്. നമ്മൾ പറഞ്ഞു മലപ്പുറത്തും കാലിക്കറ്റിലും ഒക്കെ ഇതിലും മികച്ച ക്രൗഡ് വന്നിട്ടുണ്ട്. പക്ഷേ വിനീഷ് പറഞ്ഞ പോയിന്റ് മാക്കന്റെ ചോദ്യവുമായി കൂട്ടിച്ചേർത്ത് വായിക്കണം. ഒരാളെ കൊണ്ട്, കേരളീയനല്ലാത്ത ഒരാളെ കൊണ്ട് തിരുവനന്തപുരം സ്റ്റേഡിയത്തിൽ ഇത്രയും ആൾക്കൂട്ടമോ എന്ന് പറയിപ്പിക്കുമ്പോൾ ഹോം ടീം ഈ ആൾക്കൂട്ടത്തിന് വേണ്ട ഒരു പെർഫോമൻസ് ഹോം ടീമിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടത്. നല്ലൊരു മുന്നേറ്റം. 2 കളിക്കാർ ഇടത് ഭാഗത്ത്, 2 പേര് ഇടത് ഭാഗത്ത്, 2 പേര് ഇപ്പോഴോ പാസർ അല്പം ലേറ്റ് ആണ്, വളരെ ലേറ്റ് ആണ്. എങ്കിലും ഒരു അവസരം. 5ാമത്തെ ഗോൾ വഴി മാറിപ്പോവുകയാണ്. എന്നിട്ടും ഈവൺ ആ പാസ് വളരെ ലേറ്റ് ആണ്. 2-3 പേര് 3 men മൂവ് നടത്തുമ്പോൾ ആ പാസ് ചെയ്യാൻ ഏണസ്റ്റിന് എത്രയോ സമയമുണ്ടായി ഇടതു ഭാഗത്തേക്ക്. അത് ചെയ്യാതെ കൊമ്പൻസിന് അനുകൂലമായ ഫ്രീ കിക്ക്. രണ്ടാമത്തെ ഗോളിന് അരികിൽ 2 ടച്ച്. ആദ്യം ബോള് ക്രോസ് വൈസ് കടന്നു പോകുമ്പോൾ ആദ്യം ഒരു ടച്ച് വരുന്നുണ്ട്, ഐ തിങ്ക് ഫ്രം ബിൽഡർ. അതിനുശേഷം രണ്ടാമതൊരു ടച്ചും കൂടെ. 56% കൊമ്പനായിരുന്നു. കാലിക്കറ്റിന്റെ 10 ഷോട്ടുകൾ, 6 എണ്ണം ടാർഗറ്റിൽ. വാട്ട് എ ഗെയിം ഫോർ കാലിക്കറ്റ്. ആവേശഭരിതമായ ഒരു മത്സരത്തിനൊടുവിൽ
ഗോളുകളുടെ പെരുമഴ പെയ്യിച്ചുകൊണ്ട് കാലിക്കറ്റ് FC മധുരോദാരമായ ഒരു വിജയമാണ് തിരുവനന്തപുരത്ത് നേടിയെടുക്കുന്നത്. ആവേശം കടലോളം. കാലിക്കറ്റ് FC 1-4-1.